എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ജൂലൈ 30 വൈകുന്നേരം 4 മണിവരെ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അപേക്ഷ സമർപ്പിച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും, അതായത് അപേക്ഷ സമർപ്പിച്ച ശേഷം അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അപേക്ഷിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നോൺ ജോയിനിങ് ആയിട്ടുള്ള, അതായത് അഡ്മിഷൻ എടുക്കാതെ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അത് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് സപ്ലിമെൻ്ററി ആയിക്കോട്ടെ, സെക്കൻഡ് സപ്ലിമെൻ്ററി ആയിക്കോട്ടെ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആയിക്കോട്ടെ, തേർഡ് അലോട്ട്മെൻറ്റ് ആയിക്കോട്ടെ, ഏത് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും ഈ ഒരു അഡ്മിഷൻ എടുക്കാതെ നോൺ ജോയിനിങ് ആയി പോയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിവർക്കും, അതുപോലെ തന്നെ TC ഇഷ്യൂഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കൂൾ വൈസ് വേക്കൻസീസ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നിങ്ങനെയുള്ള ലിങ്കുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂൾ വൈസ് വേക്കൻസീസ് MRS, അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നിങ്ങനെയുള്ള 2 ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കൊടുത്തിട്ടുള്ള സ്കൂൾ വൈസ് വേക്കൻസി എന്ന് പറയുന്നത് ആദ്യത്തേത് സാധാരണ +1 അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസിയാണ്. ഇത് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ വേക്കൻസിയാണ്. അതായത് താമസിച്ച് പഠിക്കാൻ പറ്റുന്ന സ്കൂളാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് താമസവും ഭക്ഷണവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ താമസിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യത്തെ ആ ഒരു സ്കൂൾ വൈസ് വേക്കൻസീസ് സാധാരണ സ്കൂളിലെ വേക്കൻസിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകൾ, കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും, അതായത് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാത്തത് കാരണം നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ TC വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് കാണാം. അതുവഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ആണ് അപേക്ഷിക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ ഓപ്ഷനും ഈ ഒരു ഘട്ടത്തിൽ കൊടുക്കേണ്ടതാണ്. ഇത് അലോട്ട്മെൻറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്കൂളിൽ ഏത് കോഴ്സിലും വേക്കൻസി ഉണ്ട് എങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജില്ല നിങ്ങൾക്ക്, അതായത് ഏത് ജില്ലയിലേക്കാണോ നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട്, അതായത് നിലവിൽ ഉദ്ദേശിക്കുന്നത്, ആ ഒരു ജില്ല നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പേജ് ഇപ്പോൾ ലോഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ആ ഒരു പേജ് നമുക്ക് ലോഡ് ചെയ്ത് വരുന്നത് നോക്കാം. അപ്പോൾ നിലവിൽ ആ ഒരു പേജ് വരാത്തതുകൊണ്ട് ഒന്നുകൂടി ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം സെലക്ട് ഡിസ്ട്രിക്ട് ഫോർ വ്യൂവിംഗ് വേക്കൻസി ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ മെറിറ്റ് കോട്ട എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വിവിധ കോഴ്സുകളിൽ നിങ്ങൾക്ക് വിവിധ വേക്കൻസിയല്ല കുറേ വേക്കൻസി കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഏകദേശം കുറേ വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ സയൻസൊക്കെ ഓപ്ഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ വേക്കൻസി നോക്കിയിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകൾ അനുസരിച്ച് ഓപ്ഷൻസ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് അല്ല, ഇപ്പോൾ സയൻസ് കൊടുക്കുക, അതുപോലെ തന്നെ കൊമേഴ്സ് കൊടുക്കാം, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് പോയിട്ട് വരാൻ പറ്റുന്ന സ്കൂളുകൾ ഏതൊക്കെയാണോ ആ ഒരു സ്കൂളുകളിലേക്ക് സ്കൂളിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കോഴ്സുകളിലേക്കും ഓപ്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കാത്ത സ്കൂളുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദൂരം ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. കാരണം ഇത് അലോട്ട്മെൻ്റ് അല്ല, നിങ്ങൾ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുന്ന ഒരു സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് അലോട്ട്മെൻ്റ് അല്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഒരു ലിമിറ്റും കാര്യങ്ങളൊന്നും ഓപ്ഷൻ കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇഷ്ടപ്പെട്ട എല്ലാ സ്കൂളിലേക്കും കൊടുക്കുക, അതുപോലെ എല്ലാ കോഴ്സിലേക്കും ഓപ്ഷൻ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും ഒരു 2 ഓപ്ഷൻ കൊടുത്തിട്ട് അവിടെ ചിലപ്പോൾ ഒറ്റ വേക്കൻസി ഒക്കെയുള്ള ആ ഒരു സ്കൂളിലായിരിക്കും 2
ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. അങ്ങനെയൊന്നും കൊടുക്കരുത്. നിങ്ങൾ ഒരു മിനിമം ഒരു 20 ഓപ്ഷൻ എങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം പല വിദ്യാർത്ഥികളും മുമ്പ് പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഞാൻ ഒരു ഓപ്ഷനാണ് വെച്ചത് അല്ലെങ്കിൽ 2 ഓപ്ഷനാണ് വെച്ചത്, അപ്പോൾ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, എന്നാൽ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരു ഓപ്ഷനോ 2 ഓപ്ഷനോ ഒന്നും മാത്രമായിട്ട് കൊടുക്കരുത്. ഒരു 10-20 ഓപ്ഷനും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. കാരണം ഇതിൽ നേരിട്ട് അഡ്മിഷൻ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് 20 ഓപ്ഷനെങ്കിലും മിനിമം കൊടുക്കാനായിട്ട് പറയുന്നത്. നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു 10-20 ഓപ്ഷൻസ് നിർബന്ധമായിട്ടും കൊടുക്കുക. അല്ലാതെ 2-1 ഓപ്ഷൻ കൊടുത്തിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10-20 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് കാണാം. ഇപ്പോൾ ഞാനിപ്പോൾ സാധാരണ സ്കൂളിലേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി അപേക്ഷിച്ച സമയത്ത് എനിക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ആ ഒരു ജില്ല ഏതാണോ അതിനനുസരിച്ച് ഞാൻ അവിടെ എൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അങ്ങനെയെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് OTP കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. ചില സമയത്ത് OTP ഒന്നും ചോദിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത പേജിൽ നിങ്ങൾ അപേക്ഷയിൽ കൊടുത്ത എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്ത്, താലൂക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇങ്ങനെ ഏത് വിവരങ്ങളും എന്തെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ടെങ്കിൽ, അതുപോലെ ബോണസ് പോയിന്റ്, ടൈ ബ്രേക്ക്, ഇതുപോലെ അങ്ങനെ എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തിരുത്തിയ ശേഷം സേവ് ചെയ്യുക. ഇങ്ങനെ സേവ് ചെയ്ത് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ SSLCയുടെ മാർക്ക് അല്ലെങ്കിൽ CBSE വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ്, ഗ്രേഡ് ഡീറ്റെയിൽസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് നിങ്ങൾ കൃത്യമായിട്ട് കറക്റ്റ് ആണോ എന്ന് പരിശോധിച്ച് സേവ് ചെയ്ത് പോവുക. സേവ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അവസാനമല്ല, ഏകദേശം ലാസ്റ്റ് സ്റ്റെപ്പിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു ഭാഗം വരും. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ ഏത് സ്കൂളാണ് വേണ്ടത് ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അതിനുശേഷം അവിടെ വേക്കൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഒരു 10-20 ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ 1-2 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ വേക്കൻസി ഒക്കെ ആണെങ്കിൽ, കാരണം പല വിദ്യാർത്ഥികളും 2 ഓപ്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അവിടെ ചിലപ്പോൾ ഒറ്റ വേക്കൻസി ഒക്കെ ഉള്ള സീറ്റിൽ കൊണ്ടുപോയിട്ടാണ് ആകെ 2 ഓപ്ഷൻ മാത്രമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒറ്റ ഓപ്ഷനോ അല്ലെങ്കിൽ 2 ഓപ്ഷനോ മാത്രമായിട്ട് കൊടുക്കരുത്. നിങ്ങളോട് പറയാൻ കാരണം ഇത് അലോട്ട്മെൻ്റ് അല്ല, നേരിട്ട് അഡ്മിഷൻ നേടുന്ന ഒരു സ്റ്റെപ്പാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളിലേക്കും എല്ലാ കോഴ്സിലേക്കും നിങ്ങൾ ഓപ്ഷന് കൊടുക്കുക. ഒരു തവണ കൺഫർമേഷൻ ചെയ്തിട്ട് പിന്നെ എനിക്ക് ഓപ്ഷൻ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഇത് അലോട്ട്മെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും കൊടുക്കാം, പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും കൊടുത്ത് അവസാനം പ്രിവ്യൂ പേജ് എത്തും. ഇത് സേവ് ചെയ്ത ശേഷം പിന്നീട് പ്രിവ്യൂ പേജ് എത്തും. പ്രിവ്യൂ പേജിൽ നിങ്ങൾ നൽകിയ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ടെങ്കിൽ അതിന് സൈഡിലായിട്ട് ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും, എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ എഡിറ്റ് മാർക്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എഡിറ്റ് ഓപ്ഷൻസ്, അതുപോലെ എഡിറ്റ് എഡിറ്റ് സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതൊക്കെ വായിച്ച് എന്തെങ്കിലും തെറ്റുകളോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യുക. ഇനി അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് പുതുതായിട്ട് കുറേ ഓപ്ഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്ത് വീണ്ടും പ്രിവ്യൂ പേജിലെത്തും. പ്രിവ്യൂ പേജ് വീണ്ടും ഒരു 2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത് ഇനി പുതിയ ഓപ്ഷൻസ് ഒന്നും കൊടുക്കേണ്ടതില്ല, അതായത് പുതിയ സ്കൂളോ കോഴ്സോ കൊടുക്കേണ്ടതില്ല എന്നാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 10-20 ഓപ്ഷൻ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു 10-20 ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിൽ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻസ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അവസാനം അടിയിൽ താഴെയായിട്ട് കൺഫർമേഷൻ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ആ ഒരു ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ അറിയില്ലെങ്കിൽ അക്ഷയ വയോ ഇൻ്റർനെറ്റ് കഫേ വയോ കൊടുക്കുക. അതുപോലെ ഒരു 10-20 ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒറ്റ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ടാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സ്കൂളും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും എടുക്കണം. ഈ ഒരു പ്രിൻ്റ് ഔട്ട് എന്തിനാണ് നിങ്ങളോട് എടുക്കണമെന്ന് പറയാൻ കാരണം, പല വിദ്യാർത്ഥികളും ചിലപ്പോൾ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് അഥവാ കൺഫർമേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടൊക്കെ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാതെ പോകാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അക്ഷയ വഴി ആയിരുന്നാലും അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴി ആയിരുന്നാലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് അപേക്ഷിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു അപേക്ഷിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും ആ രീതിയിൽ കൺഫേം ചെയ്യാതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതെ സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളോട് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണോ എന്ന് പരിശോധിക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നുകൂടി ലോഗിൻ ചെയ്ത് പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആണ് എന്ന് മനസ്സിലാക്കാം. അതേസമയം നിങ്ങൾക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ അല്ല, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസുമുള്ള പേജാണ് വരുന്നത്
ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ കൺഫേം അല്ല എന്ന് മനസ്സിലാക്കാം. കൺഫേം അല്ല എങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് ഫോളോ ചെയ്ത് അത് സേവ് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ സേവ് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി സേവ് ചെയ്യുക. ഇതൊക്കെ കൃത്യമായിട്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കാസ്റ്റ് കാറ്റഗറി ഒക്കെ കറക്റ്റായിട്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയ ശേഷം പിന്നീട് ഓപ്ഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സുകൾ ഓപ്ഷനായിട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് വിദ്യാർത്ഥികൾ എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജൂലൈ 31 ആണ് നിങ്ങളുടെ ഈ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ ജൂലൈ 31 ഉച്ചയ്ക്ക് 12 മണി വരെയാണ് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ പറ്റുക. 12 മണി വരെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 മണിയോടെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. റാങ്ക് ലിസ്റ്റ് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ MRS വഴിയാണ് അപേക്ഷിച്ചതെങ്കിൽ അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഈ രണ്ടിലും അപേക്ഷിച്ചെങ്കിൽ രണ്ടിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതായത് 1 by 1 ആയിട്ട് ആദ്യം ഒന്ന് നോക്കുക, പിന്നീട് അടുത്ത് നോക്കുക. അപ്പോൾ ആദ്യം കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷിൽ ക്ലിക്ക് ചെയ്ത് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ വാക്കൻസി റിപ്പോർട്ട് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അത് ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു റാങ്ക് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഇനി ആ ഒരു റാങ്ക് നോക്കിയിട്ട് എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ റാങ്ക് വന്ന ശേഷം അത് 31 രാവിലെ റാങ്ക് ലിസ്റ്റ് വരും. അന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് നിങ്ങൾ അഡ്മിഷനായിട്ട് പോകണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് അപേക്ഷിച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അപേക്ഷിച്ചിട്ടുള്ളത് എനിക്ക് ബയോളജി സയൻസും കൊമേഴ്സുമാണ് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2-3 സ്കൂളിലേക്ക് ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ബയോളജി സയൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കൊമേഴ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 28 സീറ്റുള്ള ഈ ഒരു സ്കൂളിലും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 3 സീറ്റുള്ള ബയോളജി സയൻസുള്ള ആ ഒരു സീറ്റിലേക്കും ഞാൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു സ്കൂൾ ഒരു സീറ്റുള്ളിടത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും അതായത് ഈ ഒരു 5 ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. നിങ്ങളൊരു 10-20 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 31 ഇവിടെ സീറ്റ് വേക്കൻസി. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് എൻ്റെ റാങ്ക് ഒരു 10 വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെയും എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 12 വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ റാങ്ക് 1 ഇവിടെ ആ ഒരു സീറ്റ് വേക്കൻസി ഉള്ളത്. എൻ്റെ റാങ്ക് ഒരു 40 വിചാരിക്കുക. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 3 സീറ്റ് വേക്കൻസി ഉണ്ട്. അപ്പോൾ എന്നാൽ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 28 വിചാരിക്കാം. അതുപോലെ തന്നെ ഇവിടെ 28 സീറ്റ് വേക്കൻസി ഉണ്ട്. അവിടെ എൻ്റെ റാങ്ക് ഒരു 5 വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സീറ്റ് വേക്കൻസിയും നിങ്ങളുടെ റാങ്കും നോക്കുക. അപ്പോൾ സീറ്റ് വേക്കൻസിയേക്കാൾ കുറവാണ്. അതായത് ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് ഇവിടെ സീറ്റ് വേക്കൻസി 31 ഉണ്ട്, എന്നാൽ നിങ്ങളുടെ റാങ്ക് 10. അതായത് ഈ ഒരു 10ാമത്തെ റാങ്കുള്ള നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റാങ്കിനേക്കാൾ സീറ്റ് കൂടുതൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ റാങ്കിനേക്കാൾ കുറവ് സീറ്റ് ആ ഒരു സ്കൂളിൽ ഉള്ളൂ എങ്കിൽ അവിടെ സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കും, എന്നാൽ പ്രത്യേകിച്ച് ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ തന്നെ അഡ്മിഷൻ കിട്ടണം എന്നില്ല. അതായത് അഡ്മിഷൻ കിട്ടണമെന്നല്ല, ആ ഒരു റാങ്ക് ആ ഒരു രീതിയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ 31 സീറ്റാണുള്ളത്. അപ്പോൾ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 50 വിചാരിക്കാം. ഇവിടെ 28 സീറ്റ് ഉണ്ട്, എന്നാൽ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 32 വിചാരിക്കാം. അതുപോലെ തന്നെ ഇവിടെ എൻ്റെ 28 സീറ്റുള്ള അവിടെ എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് ഒരു 29 വിചാരിക്കാം. അപ്പോൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒന്നിലധികം സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ 31 സീറ്റ് ഉണ്ട്, എന്നാൽ എൻ്റെ റാങ്ക് 50 ആയതുകൊണ്ട് തന്നെ എനിക്കവിടെ ഏകദേശം ഒരു സാധ്യത ഉണ്ട്. കാരണം അത്രയും വിദ്യാർത്ഥികൾ ആ ഒരു സ്കൂളിൽ അഥവാ വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് മറ്റ് കോഴ്സുകളാണ് വേണ്ടതെങ്കിൽ എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം ഇവിടെ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുള്ള ഓരോ സ്കൂളിലും നിങ്ങളുടെ റാങ്ക് ഇത്ര എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു റാങ്ക് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു റാങ്ക് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ഇപ്പോൾ നിങ്ങളുടെ റാങ്കിനേക്കാൾ കൂടുതൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇപ്പോൾ 31 സീറ്റ് ഉണ്ട്, എന്നാൽ എൻ്റെ റാങ്ക് 50 ആണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ ഈ ഒരു സ്കൂളും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ 28 സീറ്റുള്ള ഈ ഒരു സ്കൂളിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 2 സ്കൂളിലാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അവിടെ എനിക്ക് ഏകദേശം അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് ഇവിടെ 28 സീറ്റ് വേക്കൻസി ഉള്ളിടത്ത് എനിക്ക് 29 റാങ്ക് ആണ് എന്നതുകൊണ്ട് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 2 സ്കൂളിൽ സാധ്യത വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ 3 സ്കൂളിലൊക്കെ റാങ്ക് സാധ്യത പ്രകാരം അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു സ്കൂളിൽ നിങ്ങൾ അതായത് രാവിലെ തന്നെ അതായത് ഒരു സ്കൂളിൽ നിങ്ങൾ പോവുക, അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിൽ നിങ്ങളുടെ പാരൻറ്റിനെ അയക്കുക, അതുപോലെ തന്നെ മറ്റൊരു സ്കൂളിൽ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അയക്കുക. അതിനുശേഷം അന്നേ ദിവസം 12 മണിക്ക് വരെ വരുന്ന വിദ്യാർത്ഥികളാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം സ്പോട്ട് അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 11:45 ആകുന്ന സമയത്തേക്ക് നിങ്ങൾ അല്ലെങ്കിൽ അതിനു മുമ്പ്
നേരത്തെ വരാൻ പറ്റുമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ നേരത്തെ പോവുക. പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. സ്കൂളിൽ പോവുക, നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക, നിങ്ങളുടെ പേരൻ്റ് ഒരു സ്കൂളിൽ പോയിട്ട് പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള ആ ഒരു സ്കൂളിൽ പോകാനായിട്ട് പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം നിങ്ങളുടെ ഓരോ സ്കൂളിലും രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് പ്രിൻസിപ്പൽ തയ്യാറാക്കും. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസ് പോയതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും പോയതാണോ അതല്ലെങ്കിൽ നിങ്ങൾ പോയ സ്കൂളിലാണ് എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത അത് നിങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ അന്നത്തെ ദിവസം വന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് എവിടെയാണ് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ പോയ സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും പോയിട്ടുള്ള ആ ഒരു സ്കൂളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഉള്ളതെങ്കിൽ അവർ നിങ്ങളെ വിളിച്ച് പറയും ഇന്ന സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ പാരൻറ്റിനെയും കൂട്ടി പോയിട്ട് ആ ഒരു സ്കൂളിൽ പോവുക, നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ പോയ സ്കൂളിലാണ് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിനെ വിളിക്കുക, അവിടെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുക. അങ്ങനെയെങ്കിൽ അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അതേസമയം നിങ്ങളുടെ പാരൻറ്റ് പോയ സ്കൂളിലാണ് അഡ്മിഷൻ തരുന്നത്, അതായത് അഡ്മിഷൻ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാരൻറ്റ് നിങ്ങളെ വിളിച്ച് പറയും ഇന്ന സ്കൂളിൽ നിങ്ങൾക്ക് അതായത് അഡ്മിഷൻ ഉറപ്പായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഈ രീതിയിൽ 3 സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ 2 സ്കൂളിലാണെങ്കിൽ ഒരു സ്കൂളിൽ നിങ്ങൾ പോവുക, ഒരു സ്കൂളിൽ നിങ്ങളുടെ പാരൻറ്റ് ഇപ്പോൾ അമ്മയോ അച്ഛനോ ആരാണുള്ളത് പോകുന്നത് അവരെ ആ ഒരു സ്കൂളിൽ അയച്ച് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക, ഒരു സ്കൂളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംശയത്തിനുള്ള ഉത്തരം പറഞ്ഞു തരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ വരുന്ന വിദ്യാർത്ഥികളെയും മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തുള്ളൂ. അതുപോലെ 12 മണിക്ക് കൃത്യമായിട്ട് സ്കൂളിൽ പോവാം എന്ന് വിചാരിച്ച് നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ബസ്സോ അല്ലെങ്കിൽ മറ്റ് വാഹന സൗകര്യമോ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാരണം കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും 12:10 അതുപോലെ 1 മണിക്ക് ചില വിദ്യാർത്ഥികൾ 2 മണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ചില വിദ്യാർത്ഥികൾ നാളെ പോയാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജൂലൈ 31-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് സ്കൂളിൽ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രം അത് റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് അഡ്മിഷൻ സാധ്യത മനസ്സിലാക്കി നിങ്ങൾ കൃത്യമായിട്ട് സ്കൂളിൽ പോയി പേര് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അല്ലാതെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം 12:10 അല്ലെങ്കിൽ 2 മണിക്കോ 1 മണിക്കോ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ അടുത്ത ദിവസം പോയാലോ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം പോയി കഴിഞ്ഞാലൊന്നും അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പോൾ ഇത് നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ചില വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം ഒരു സീറ്റ് മാത്രമാണ് ഒരു സ്കൂളിൽ വേക്കൻസി ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 30-ാം റാങ്കാണ്. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ ആ ഒരു വിദ്യാർത്ഥിയേക്കാൾ മുകളിലായിട്ട് അതായത് 29 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വിദ്യാർത്ഥി അതായത് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഇല്ലാഞ്ഞിട്ട് പോലും ആ ഒരു സ്കൂളിൽ പോയ സമയത്ത് ആ ഒരു വിദ്യാർത്ഥി അതായത് ആ ഒരു സ്കൂളിൽ ഒറ്റ സീറ്റ് മാത്രമേ വേക്കൻസി ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ആ ഒരു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും വരാത്തത് കാരണം തന്നെ ഈ ഒരു വിദ്യാർത്ഥിക്ക് 30-ാം റാങ്കാണ് ഉള്ളത് എങ്കിൽ കൂടി ആ ഒരു വിദ്യാർത്ഥിക്ക് ആ ഒരു സ്കൂളിൽ സ്പോട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ജൂലൈ 31-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്ത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത മനസ്സിലാക്കി കൃത്യമായിട്ട് പോയിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.